വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? സോഷ്യൽ സയൻസിൽ മധ്യകാല ഇന്ത്യ പഠിച്ചു അല്ലേ? മധ്യകാല ഇന്ത്യയിലെ പല രാജവംശങ്ങൾ പഠിച്ചു. ചൗഹാൻ രാജവംശം, മുഗൾ രാജവംശം, ചോള, ബ്രാഹ്മണി, മറാത്ത എന്നിവയൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ചാപ്റ്ററിലെ മധ്യകാല ഇന്ത്യയിലെ സമൂഹം, വിഭവം, വിനിമയം എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളും പഴയ SCERT ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം അല്ലേ ചാപ്റ്ററിൻ്റെ പേര്. ബാബർനാമ എന്ന് പറയുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള 2-3 വരികൾ നൽകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. മുഗൾ ചക്രവർത്തി ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഈ ബാബർനാമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പ് വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികളെല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. അപ്പോൾ എന്നിവ എന്ന് പറയുന്നത് ആരുടെയാണ്? ബാബർനാമയുടെ അല്ലേ? ബാബർനാമ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും? പല വൈവിധ്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് പർവ്വതങ്ങളുണ്ട്, നദികളുണ്ട്, കാടുകളുണ്ട്, മരുഭൂമികളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷകൾ, ചെടി, ജനം, മൃഗങ്ങൾ, അങ്ങനെ എല്ലാം വൈവിധ്യമാർന്നവയാണെന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ വൈവിധ്യങ്ങളും വിഭവങ്ങളുമാണ് ബാബർ വിശദീകരിക്കുന്നത്. ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിച്ചതിലെ. അപ്പോൾ ഈ വൈവിധ്യങ്ങളും വിഭവ സമൃദ്ധിയുമാണ് സഞ്ചാരികളെ മധ്യകാല ഇന്ത്യയിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി എന്താണ് കൃഷിയും കൈത്തൊഴിലും എന്ന് വെച്ചാൽ എന്താണ് കൃഷിയും കൈത്തൊഴിലും? അൽ ബറൂനി എന്ന് പറയുന്ന ആരായിരുന്നു? അൽ ബറൂനി ഒരു സഞ്ചാരിയായിരുന്നു അല്ലേ? ഈ സഞ്ചാരി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു മധ്യേഷ്യയിൽ നിന്നും. അദ്ദേഹത്തിൻ്റെ കുറച്ച് വരികൾ നമുക്ക് നോക്കാം. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടയ്ക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് അൽ ബറൂനി പറയുന്നത്? ഇവിടെ എന്തുണ്ടായിരുന്നാണ് പറയുന്നത്? കരം കൊടുക്കണം അല്ലേ? കരങ്ങൾ കൊടുക്കണം, അതുപോലെ തന്നെ നികുതി കൊടുക്കണം. അതിൽ കുറച്ച് ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. മധ്യേഷ്യയിൽ നിന്നും ഇന്ത്യയിലെത്തിയ അൽ ബറൂനി എന്ന സഞ്ചാരിയുടെ വിവരണങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? തൊഴിലുകളും നികുതികളൊക്കെ ഉണ്ടെന്ന് അന്ന് ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായി. മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത്. പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. അപ്പോൾ അക്കാലത്തെ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വിളകൾ ഏതായിരുന്നു? പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവയായിരുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? മധ്യകാല ഇന്ത്യയിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അവിടുത്തെ പ്രധാന വിളകളാണ് പരുത്തി, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, നീലം, കരിമ്പ് തുടങ്ങിയവ. കൃഷിക്ക് അനുയോജ്യമായതും എന്നാൽ കൃഷി ഇറക്കാത്തതുമായ ഭൂമി അക്കാലത്ത് ഇന്ത്യയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമിയിൽ ആദ്യമായി കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉടമാവകാശം ലഭിച്ചിരുന്നു. ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം നേടാൻ ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു. അപ്പോൾ എന്നാണ് പറഞ്ഞത്? അപ്പോൾ അന്നത്തെ ടൈമിലൊക്കെ കുറേ ഭൂമികൾ വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഭൂമികളിൽ ഇപ്രകാരം കൃഷിഭൂമിയുടെ ഉടമാവകാശം ആർക്ക് കിട്ടി? ഉത്സാഹശീലരായ കർഷകർ ശ്രമിച്ചു അല്ലേ? കാരണം എന്താണ്? കുറേ ഭൂമി ഇങ്ങനെ വെറുതെ കൃഷിയില്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഭൂമിയുടെ ഉടമാവകാശം ആർക്ക് ലഭിച്ചിരുന്നു? അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് ഉടമാവകാശം ലഭിച്ചിരുന്നു. അപ്പോൾ കർഷകർക്ക് ഭയങ്കര ഉത്സാഹമായില്ലേ? കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ച നടപടികൾ ഏതൊക്കെയാണ്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അപ്പോൾ എന്തൊക്കെയാണ് കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ചത്? ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ചു കൊടുത്തു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരിയും എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോൾ എന്താ പറഞ്ഞത്, മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് എന്ത് സംഭവിച്ചു, വേതനമായിട്ടില്ലേ, ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് അന്ന് ഭൂമിയാണ് കൊടുത്തിരുന്നത്. ഈ സമ്പ്രദായമാണ് സൽത്തനത്ത് കാലഘട്ടത്തിൽ എന്നറിയപ്പെട്ടിരുന്നത് ഇഖ്ത എന്നറിയപ്പെടുന്നത് സൽത്തനത്ത് കാലഘട്ടത്തിലാണെങ്കിൽ ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ എന്നറിയപ്പെട്ടിരുന്നത് ജാഗിർദാരി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികളിൽ കുറേ നടപടികൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, നികുതി ഇളവുകൾ നൽകി. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് എന്താണ് നൽകിയിരുന്നത്, ഭൂമിയായിരുന്നു അല്ലേ, വേതനത്തിന് പകരം നൽകിയിരുന്നത് ഭൂമിയായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുന്ന സമ്പ്രദായത്തിൽ സൽത്തനത്ത് കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ സൽത്തനത്ത് കാലഘട്ടം അതുപോലെ തന്നെ മുഗൾ കാലഘട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇതിനറിയപ്പെടുന്നത് ഇഖ്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ ജാഗിർദാരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൃഷിയോടൊപ്പം കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല കൈത്തൊഴിലുകളും ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്നു. അപ്പം എന്താ പറഞ്ഞത്, കൃഷിയോടൊപ്പം തന്നെ ഈ കാർഷിക ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ കൈത്തൊഴിലുകളുണ്ട് അല്ലേ, അതൊക്കെ നിലനിന്നിരുന്നു, ആ സമയത്ത് നിലനിന്നിരുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോഹപ്പണിയൊക്കെ അതിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃഷിയായിരുന്നു അല്ലേ, കൃഷി നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല, അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. പട്ടണങ്ങളിലെ പ്രധാന തൊഴിൽ ഏതായിരുന്നു, നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളുമായിരുന്നു. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തിയും നീലവും പട്ടുനൂലും നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കി. അപ്പം എന്താ പറഞ്ഞത്, നെയ്ത്തു വ്യവസായത്തെ ശക്തമാക്കിയത് എന്തൊക്കെയാണ്, ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പരുത്തി, നീലം, പട്ടുനൂൽ എന്നിവ, അതുപോലെ തന്നെ നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. ഇന്ത്യൻ നെയ്ത്തുകാർ വ്യത്യസ്ത ഗുണത്തിലും നിറത്തിലുമുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചു. പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണി നെയ്ത്തിന് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. നൂൽ നൂൽക്കാനുള്ള ചർക്കയും നെയ്ത്തിനുള്ള തറികളും അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടങ്ങളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്തി നേടി. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നെയ്ത്തും മറ്റു കൈത്തൊഴിലുകളുമായിരുന്നു അവിടുത്തെ പ്രധാന തൊഴിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയായിരുന്നു, നെയ്ത്ത് വ്യവസായത്തെ, ഈ നെയ്ത്ത് നമ്മൾ പറഞ്ഞല്ലോ, നെയ്ത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന തൊഴിലാണ്. അപ്പോൾ അതിനെ ശക്തമാക്കിയത് എന്തൊക്കെയായിരുന്നു, പരുത്തി, നീലം, അതുപോലെ തന്നെ പട്ടുനൂൽ എന്നിവയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ നെയ്ത്തുകാർ അതുമ്പോൾ കുറേ പണികളൊക്കെ ചെയ്തില്ല. എന്തൊക്കെ ചെയ്തു, പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു അല്ലേ, പട്ട്, പരുത്തി, കമ്പിളി എന്നിവ കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. അതുപോലെ തന്നെ തുണി നെയ്ത്തിനൊക്കെ വേണ്ടിയിട്ട് പുതിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. കൈ കൊണ്ടല്ല നെയ്തിരുന്നത്, അതിന് പകരം എന്തൊക്കെ ഉപയോഗിച്ചു, ചർക്ക ഉപയോഗിച്ചു. അതുപോലെ തന്നെ നെയ്ത്തിനുള്ള തറികളൊക്കെ അതിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. അതുപോലെ തന്നെ തുണികളിൽ ചായം മുക്കുന്ന തുടങ്ങി. അപ്പോൾ ചായം മുക്കുന്നതിന് വേണ്ടിയിട്ട് പല നിറങ്ങളും അതുപോലെ തന്നെ നീലമൊക്കെ എവിടെ നിന്ന് ഉപയോഗിച്ചു, തുണികളിൽ ചായം മുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ തുണിത്തരങ്ങൾ അങ്ങനെ ലോക പ്രശസ്തി നേടുകയാണ് ചെയ്തത്. അതായത് പല ഉപകരണങ്ങളും, ചർക്ക പോലെയുള്ള മറ്റു പല ഉപകരണങ്ങളും, നെയ്ത്തറികളും അതുപോലെ തന്നെ ചർക്ക ഒക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു അല്ലേ. അങ്ങനെ അതിനുശേഷം അതുപോലെ തന്നെ നീലം മുക്കി, അങ്ങനെ പല കളറൊക്കെ നൽകി തുടങ്ങി. അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ വ്യവസായത്തിൽ തുണിത്തരങ്ങൾക്ക് ഭയങ്കര പ്രശസ്തി നേടി തുടങ്ങിയത് അല്ലേ. ഇത് നമുക്കറിയാലോ, നീലവുമായി ബന്ധപ്പെട്ട കുറേ സത്യാഗ്രഹങ്ങളും ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം, നഗരങ്ങളും വാണിജ്യവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൃഷിയും തൊഴിലിനെ കുറിച്ചായിരുന്നു അല്ലേ. ഇനി നമുക്ക് നോക്കുന്നത് നഗരങ്ങളും വാണിജ്യവുമാണ്. നിക്കോളോ കോണി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സഞ്ചാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്ക് നോക്കാം. വിജയനഗരം എന്ന മഹാനഗരി കിഴക്കാൻ തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ടാണ് നിറഞ്ഞവയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്, വിജയനഗരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കുറേ ഉദ്യാനങ്ങളും വനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ അങ്ങാടികളിലൊക്കെ എന്താണ്, വില പിടിച്ച വസ്തുക്കളൊക്കെ ഉണ്ട് എന്നാണ് ആര് പറയുന്നത്, ഇന്ത്യയിലെത്തിയ ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി പറഞ്ഞത്, വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞത്. കാർഷിക രംഗത്തെ പുരോഗതി വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു. ഈ വിഭവങ്ങളാണ് വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കച്ചവടക്കാർ മധ്യകാലത്ത് ഇന്ത്യയിലെത്തി. അപ്പോൾ എന്താണ് പറയുന്നത്, കാർഷിക രംഗത്തെ പുരോഗതി എന്ന് പറയുന്നത്
വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യമൊരുക്കി. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനം, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് തുടങ്ങിയവ പുറം നാടുകളിൽ എന്തായിരുന്നു പ്രിയമുള്ള വിഭവങ്ങളായിരുന്നു അല്ലേ. എന്തൊക്കെ? സുഗന്ധവ്യഞ്ജനം, തുണിത്തരം, തുകൽ, രത്നം, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പൊക്കെ പുറത്തെ നാടുകളിലൊക്കെ ആവശ്യക്കാർ കൂടുതലായിരുന്നു. ഈ വിഭവങ്ങളായിരുന്നു അങ്ങനെ വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനായിട്ട് തുടങ്ങിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ കച്ചവടക്കാർ എവിടേക്ക് എത്താണ്? മധ്യകാലത്ത് ഇന്ത്യയിലേക്ക് എത്താണ് അല്ലേ. ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടൊക്കെ പ്രശസ്തമായ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുമായി വ്യാപാരം നടത്തിയ പുറം നാട്ടുകാർ ആരെല്ലാമായിരുന്നു? ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അങ്ങനെ പലരും വന്നിട്ട് നമ്മുടെ നാട് നശിപ്പിച്ച് പോവുകയാണ് അല്ലേ ചെയ്യുന്നത്. അങ്ങനെ നമുക്കറിയാമല്ലോ അല്ലേ കേരളത്തിൽ ഇന്ത്യയിൽ എത്തിയ കുറച്ച് എന്താ പറയുക അതിനെ ആദ്യമായിട്ട് എത്തിയ വ്യാപാരികൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ. ഈ പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ബ്രിട്ടീഷുകാർ അവരെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കേരള ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചൈനക്കാർ, അറബിക്കാർ, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ചുകാരൊക്കെ മധ്യകാലത്ത് എന്ത് വരെയാണ്? കച്ചവടത്തിനായിട്ട് എത്തുകയാണ്. ഇനി എന്താണ് കാലിക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്നത്? കാലിക്കോയും കാലിക്കറ്റും. കോഴിക്കോട് നിന്ന് പരുത്തി തുണിത്തരങ്ങൾ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഈ തുണിത്തരങ്ങൾ യൂറോപ്യൻ വിപണിയിൽ കാലിക്കോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോടിനെ യൂറോപ്യന്മാർ എന്ത് വിളിച്ചു? കാലിക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? കോഴിക്കോട് പരുത്തി തുണിത്തരങ്ങൾക്ക് ഫേമസ് ആയ സ്ഥലമായിരുന്നു, കയറ്റുമതിക്കൊക്കെ ഫേമസ് ആയ സ്ഥലമായിരുന്നു. അങ്ങനെ ഇത് യൂറോപ്യൻ വിപണിയിലേക്ക് പോയപ്പോൾ അവിടെ ആ സ്ഥലം അറിയപ്പെടുന്നത് കാലിക്കോ എന്നായിരുന്നു. എന്നാൽ യൂറോപ്യന്മാർ അത് കാരണം എന്താണ് വിളിച്ചത്? കാലിക്കറ്റ് എന്നൊക്കെയാണ് വിളിച്ചത്. അതിനെ കോഴിക്കോടിനെ അല്ലേ. ഇനി നമുക്ക് രണ്ട് സഞ്ചാരികളായ ഇബ്നു ബത്തൂതയെയും അതുപോലെ തന്നെ റാൽഫ് ഫിച്ചിൻ്റെയും കുറച്ച് കോഡ്സ് നൽകിയിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞു പോയ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് ഇബ്നു ബത്തൂത പറഞ്ഞത്? വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. അപ്പോൾ ഇബ്നു ബത്തൂത പറഞ്ഞു അല്ലേ എന്താണ് കൂടുതൽ ജനസംഖ്യയും അതുപോലെ തന്നെ കുറേ സമ്പത്തൊക്കെ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ അവിടെ എന്തുണ്ട്? വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും അതുപോലെ തന്നെ ദൗലത്താബാദും എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ റാൽഫിച്ച് എന്നാണ് പറഞ്ഞത്. റാൽഫിച്ച് പറഞ്ഞ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാളും വലുതായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ലണ്ടനല്ലേ വലുതെന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദൊക്കെ എന്താണ്? ലോകത്തിലെ തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാളും വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സൽത്തനത്ത് കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. അപ്പോൾ ഇബ്നു ബത്തൂത്ത മൊറോക്കോ സഞ്ചാരിയാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫിച്ച് അല്ലേ. റാൽഫിച്ചാണ് മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊറോക്കോ സഞ്ചാരി ആരായിരുന്നു? ഇബ്നു ബത്തൂത്തയായിരുന്നു അല്ലേ. അങ്ങനെയാണല്ലേ നമുക്കറിയാലോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ വന്ന സഞ്ചാരി ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ റാൽഫിച്ചിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ബ്രിട്ടീഷുകാരുടെ എന്തായിട്ട് മാർഗദർശിയായ വ്യക്തി എന്നൊക്കെ ചോദിച്ചിട്ട് മാസ്റ്റർ റാൽഫിച്ചിനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ് നഗരങ്ങൾ വളർന്നു വന്നത്. അപ്പോൾ ഇങ്ങനെ നഗരങ്ങൾ വരാണല്ലേ. നഗരങ്ങൾ എങ്ങനെയാണ് വളർന്നു വന്നത്? ഉൽപാദന കേന്ദ്രങ്ങളെയും ചന്തകളെയും കേന്ദ്രീകരിച്ചാണ്. ഇത്തരത്തിൽ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. അങ്ങനെ വളർന്നു വന്ന നഗരങ്ങളാണ് ധാക്ക, പൈത്താൻ, കാഞ്ചീപുരം, ഉറയൂർ, മധുര തുടങ്ങിയവ. കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവയായിരുന്നു നഗരവാസികൾ എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു? കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ തുടങ്ങിയവയായിരുന്നു അവിടുത്തെ നഗരവാസികൾ എന്ന് പറയുന്നത്. വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരകർ, അടിമകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവരൊക്കെയായിരുന്നു അവിടുത്തെ നഗരവാസികൾ എന്ന് പറയുന്നത്. നോക്കിയാൽ ഇവിടെ പിക്ചറിൽ നൽകിയിട്ടുണ്ട് അല്ലേ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, മുർഷിദാബാദ്, കൽക്കത്ത, ധാക്ക, അഹമ്മദാബാദ്, സൂറത്ത്, പൈത്താൻ, ഹംദി, കാഞ്ചീപുരം, മഹാബലിപുരം, ഉറയൂർ, തഞ്ചാവൂർ, മധുര, കോഴിക്കോട്, കൊച്ചി, കൊല്ലം. പിന്നെ നമുക്കറിയാം ഇവിടെ കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ മധ്യകാല ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ നമുക്ക് കണ്ടല്ലോ.
ഇനി നമുക്ക് തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ച് നോക്കാം. ഈ ബർണിയർ എന്ന് പറയുന്ന ആൾ ഫേമസ് ആണ് കേട്ടോ. ബർണിയറെ കുറിച്ച് നമുക്ക് നോക്കാം. ബർണിയർ എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. ബർണിയർ ആരാണ്? ഫ്രഞ്ച് സഞ്ചാരിയാണ് കേട്ടോ. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്ര തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ഏതൊക്കെ തൊഴിൽ വിഭാഗങ്ങളൊക്കെ കണ്ടു അല്ലേ? ഏതൊക്കെയായിരുന്നു പറഞ്ഞേ? ചിത്രത്തുന്നൽ നടത്തുന്നവരെ, സ്വർണ്ണപ്പണിക്കാരെ, ചായം പൂശുന്നവർ, ചെരുപ്പുണ്ടാക്കുന്നവരൊക്കെ കണ്ടു അല്ലേ? അപ്പോൾ ബർണിയർ എന്ന ഫ്രഞ്ച് സഞ്ചാരി തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അല്ലേ? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു ഈ കാർഖാനകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഖാനകളെ കുറിച്ചിട്ടാണ് അല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞത്? നമ്മളുടെ ബർണിയർ പറഞ്ഞത്. അപ്പോൾ ഈ കാർഖാനകൾ എന്ന് വെച്ചാൽ എന്താണ്? മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? കാർഖാനകൾ എന്ന് പറയുന്നത്. അതായത് മുഗൾ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും കൊട്ടാരങ്ങളുണ്ടായിരിക്കും. അവിടേക്ക് കുറേ ആവശ്യങ്ങളുണ്ടായിരിക്കും അല്ലേ? കുറേ ആവശ്യമുള്ള വസ്തുക്കളുണ്ടായിരിക്കും. അതൊക്കെ നിർമ്മാണമൊക്കെ നടത്തുന്ന ഒരു കേന്ദ്രങ്ങളുണ്ടായിരിക്കും അല്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കാർഖാനകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ജനജീവിതം, അവരുടെ ജനജീവിതം. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവേർണിയർ കേട്ടോ. ടവേർണിയർ പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. അപ്പോൾ ടവേർണിയർ എന്താണ് പറഞ്ഞത്? ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വസ്ത്രധാരണത്തിലെ ഭക്ഷണ രീതിയിലൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം വസ്ത്രം ധരിക്കുന്നില്ല, ചിലവരാണെന്നുണ്ടെങ്കിൽ നന്നായി വസ്ത്രം ധരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ടവേർണിയർ കണ്ടു അല്ലേ? ഈ വിവരണത്തിൽ നിന്നും അന്നത്തെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? അപ്പോൾ നമുക്കതിൽ നിന്ന് എന്താ മനസ്സിലാക്കി? അസമത്വം ഉണ്ടെന്നല്ലേ? സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അന്ന് നിലനിന്നിരുന്ന അസമത്വങ്ങൾ ഏതൊക്കെയാണ്? ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത് ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവരെന്താണ്? ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. അപ്പം എന്താ പറഞ്ഞത്? കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് എന്തുണ്ടായിരുന്നു? അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ എന്തൊക്കെയാണ് മനസ്സിലായത്? കുറേ അസമത്വങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാട്ടോ. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് സാമൂഹിക പദവികൾ നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉയർന്ന സാമൂഹിക പദവി അനുഭവിച്ചിരുന്നു. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. അതുപോലെ തന്നെ ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് എന്തുണ്ടായിരുന്നു? അവരുടേതായിട്ടുള്ള ആചാരം അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങളാണ് സതി, ശൈശവവിവാഹം. ഇനി നമുക്ക് വിജ്ഞാന കേന്ദ്രം നോക്കാം അല്ലേ? ഇന്ത്യയുടെ വിജ്ഞാന കേന്ദ്രം നോക്കാം. നമ്മൾ കൈത്തൊഴിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? കൈത്തൊഴിലും തൊഴിലും അതുപോലെ തന്നെ അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിജ്ഞാന കേന്ദ്രമാണ്. അപ്പോൾ അമീർ ഖുസ്രു എന്ന് പറയുന്ന ആരായിരുന്നു? ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് വരികൾ നോക്കാം. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം, കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിൽ ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്ന് പക്ഷേ നേരെ തിരിച്ചാണല്ലോ, എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അന്ന് എല്ലാവരും പുറത്തു നിന്ന് ഇങ്ങോട്ടാണ് വന്നിരുന്നത്. കാരണം എന്താണ്? ഇവിടെ ഒരു വിജ്ഞാനത്തിൻ്റെ ഉറവിടം എന്നൊക്കെ പറയുന്നതായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. പല ഭാഷകളും സംസാരിക്കാനായിട്ട് ഇന്ത്യക്കാർക്ക് പറ്റിയിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് അവിടുത്തെ ഇന്ത്യ നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത്? ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവയൊക്കെയായിരുന്നു
ഇന്ത്യ നൽകിയ സംഭാവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവി അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ് ഇവ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഇന്ത്യയുടെ വിജ്ഞാന പുരോഗതിയെക്കുറിച്ച് മനസ്സിലായി. നാളന്ദ സർവകലാശാലയെ കുറിച്ചിട്ട് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വിദ്യാകേന്ദ്രങ്ങളായിരുന്നു അല്ലേ നാളന്ദ വിദ്യാകേന്ദ്രങ്ങൾ, നാളന്ദ സർവകലാശാല എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി പല യുദ്ധങ്ങളും നടക്കുന്നുണ്ട്. അപ്പം മധ്യകാല ഇന്ത്യയിലും നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ വിദ്യാകേന്ദ്രങ്ങളിൽ അറിവ് തേടിയെത്തി. ഏതൊക്കെയായിരുന്നു വിദ്യാകേന്ദ്രങ്ങൾ? ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി എന്നിവയിടങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ ഇതിൽ ശ്രദ്ധേയമായിരുന്നു. ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ വിജ്ഞാനശാഖകൾ അക്കാലത്ത് പുരോഗതി നേടി. ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി ശ്രദ്ധേയമായ ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. അപ്പം എന്താ പറഞ്ഞത്? ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയൊക്കെ പുരോഗതി നേടിയിരുന്നു. അതുപോലെ തന്നെ ലീലാവതി എഴുതിയതാരായിരുന്നു? ഭാസ്കരാചാര്യരായിരുന്നു. അതുപോലെ തന്നെ നിരവധി കൃതികളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലായിരുന്നു വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഭാസ്കരാചാര്യർ രചിച്ചത് ഏതായിരുന്നു? ലീലാവതി ആയിരുന്നു അല്ലേ, ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കിവിടെ പറഞ്ഞു അല്ലേ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്ന സഞ്ചാരികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ കച്ചവടത്തിനായിട്ട് നിരവധി വിദേശികൾ വന്നു എന്ന് പറഞ്ഞു. കാർഷിക വാണിജ്യ പുരോഗതിക്ക് വേണ്ടി സഹായങ്ങൾ ഭരണാധികാരികൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. മധ്യകാലഘട്ടത്തിൽ കൈത്തൊഴിലും അതുപോലെ തന്നെ കച്ചവട കേന്ദ്രങ്ങളും വളർന്നു വന്നു. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളായിരുന്നു കാർഖാനകൾ. മധ്യകാലഘട്ടത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വം നിലനിന്നിരുന്നു. ഇന്ത്യ സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിജ്ഞാന പുരോഗതിയും കൈവരിച്ചു. എന്നിവയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.